ഗായ്സ്, അപ്പോൾ നമ്മൾ മന്ത്ലി ഡേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫുഡ് കഴിക്കാൻ ക്രേവിങ്സ് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വാ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനാണ് പോണേ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സവോള കട്ട് ചെയ്ത് വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചു. ഇച്ചിരി കുരുമുളക് വേണമായിരുന്നു, അപ്പോൾ കുരുമുളക് കൂടി പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ ഉള്ളി വഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ളി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതും കൂടി വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ചിക്കനും ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഏതായാലും മഴ പോയി തുടങ്ങിയല്ലോ, ഇനി മഴ കാണില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഏതായാലും പെയ്ത മഴയല്ലേ, പോയി ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചിരി നേരം ബാൽക്കണി പോയിട്ടിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചു. അപ്പോഴത്തേനും നമ്മളിതാ ചിക്കനൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഉപ്പും മുളകും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഓർത്തത് ഇതിലിടാൻ മല്ലിയിലില്ലല്ലോ എന്ന്. പിന്നെ നേരെ താഴെ പോയി പറമ്പിലുള്ള നമ്മളെ നാടൻ മല്ലി പറിച്ചുകൊണ്ട് വന്നു. ഒപ്പം താഴത്തെ ഉമ്മ ബിരിയാണിയിലിടുന്നൊരു ഇലയുണ്ട്, റൈസിലിടുന്ന അടിപൊളി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതും കൂടി പറിച്ചെടുത്തു. അപ്പോൾ ചിക്കൻ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമ്മളെടുക്കുന്ന അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം. ഇപ്പോൾ 3 ഗ്ലാസ് അരിയാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം. ആ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇല ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ആ ഇലയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി നാരയും കൂടി പിഴിഞ്ഞൊഴിച്ച വെള്ളത്തിൽ അരിയോട്ട് അതാ റൈസ് റെഡിയായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസും മസാലയും കൂടി മിക്സ് ആക്കിയിട്ടെടുക്കാം. എൻ്റെ മക്കൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഇത് പെട്ടെന്ന് കഴിച്ച് അകത്താക്കാനായിരുന്നു ധൃതി. അങ്ങനെ നമ്മൾ സ്ഥിര സ്പോട്ടിലേക്ക് പോയിട്ട് ആസ്വദിച്ചാൽ കഴിച്ചു. അപ്പോൾ ഇതുപോലെ കൊതി വരുന്ന ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.